ప్రేమ స్వరూపులారా, സ്ത്രീ എന്ന പദത്തിലെ ത്രിഗുണങ്ങൾ. സ്ത്രീ എന്ന പദം സ ത ര എന്ന 3 അക്ഷരങ്ങൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. സ സ്ത്രീയിലെ സാത്വിക പ്രകൃതത്തെ സൂചിപ്പിക്കുന്നു. അത് ഈശ്വര സാക്ഷാത്കാരത്തിന്റെ 3 വശങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്നു. സാലോക്യം അഥവാ ഈശ്വര ദർശനം, സാമീപ്യം അഥവാ ഈശ്വരന് സമീപം, സായുജ്യം അഥവാ ഈശ്വരനുമായി ലയനം. താമസിക ഗുണത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഈ താമസിക ഗുണം ഉദാസീനതയോ അലസതയോ അല്ല. അത് വിനയം, കാരുണ്യം, ലജ്ജ എന്നീ ഗുണങ്ങൾ അടങ്ങുന്നതാണ്. ശരിയായ രീതിയിൽ കുടുംബത്തിനും സമൂഹത്തിനും സേവനം നൽകുന്നതിനു വേണ്ടി സ്ത്രീകൾ ക്ഷമയോടെയും ഒതുക്കത്തോടെയും കർമ്മങ്ങൾ ചെയ്തിരുന്നു. ആന്ധ്രാപ്രദേശിൽ ഒരു ചൊല്ലുണ്ട്: ഗൃഹനാഥയെ നോക്കി ഒരു ഭവനത്തെ അളക്കുക. രജോ ഗുണത്തെ പ്രതിനിധീകരിക്കുന്നു. അതിന് കലഹവാസനയെന്നോ പാരുഷ്യം എന്നോ അർത്ഥമില്ല. സ്ത്രീകൾ വേണ്ടി വന്നാൽ തന്റെയും കുടുംബത്തിന്റെയും അഭിമാനം സംരക്ഷിക്കുന്നതിന് ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ ഭർത്താക്കന്മാരെയും അവരുടെ സൽപ്പേരിനെയും സംരക്ഷിക്കുന്നതിന് ധീരതയോടെ പോരാടുകയും ജീവൻ ത്യജിക്കുകയും ചെയ്ത സ്ത്രീകളുടെ അനേകം ഉദാഹരണങ്ങൾ ഭാരത ചരിത്രത്തിൽ കാണുവാനാകും. അങ്ങനെ ത്രിഗുണങ്ങളുടെ സംയോഗമാണ് സ്ത്രീ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ഗുണങ്ങളാൽ സമ്പന്നരായ സ്ത്രീകളെ ആദരിക്കുന്നതിനു പകരം അവരെ അബലകളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവർക്ക് തരം താഴ്ന്ന പദവികൾ നൽകിയിരിക്കുന്നു. അധികാരം കയ്യേറിയ സ്ത്രീകൾ ഭാരതത്തിലും മറ്റ് രാജ്യങ്ങളിലും അനിതര സാധാരണമായ സാമർഥ്യത്തിലൂടെ വിജയം നേടിയത് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് അനുചിതമാവുകയില്ല.